നിങ്ങൾക്ക് രക്തക്കുറവ് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ HB മാത്രമല്ല ചെക്ക് ചെയ്യേണ്ടത്, സീറം ഫെറിറ്റിൻ ലെവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് ഈ ഒരു അനീമിക് കണ്ടീഷൻ കണ്ടുവരുന്നത്. പ്രോട്ടീൻ കൂടുതലായിട്ടും ഉള്ളത് നമ്മുടെ നോൺ വെജ്, കൂടുതലായിട്ടും ഇറച്ചി വിഭവങ്ങളിലാണ്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വളരെ നല്ലതാണ്, ബീട്രൂട്ട് നല്ലതാണ്, മാതള നാരങ്ങ, അതായത് ഒരേപോലെ ഇരിക്കുന്നത് ഇപ്പോൾ ചുവന്നതായിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ രക്തത്തിൻ്റെ ആ ഒരു ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാനും രക്തക്കുറവ് മാറാനും ക്ഷീണം മാറാനൊക്കെ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് എടുക്കുന്നവർ, സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് വൈറ്റമിൻ B12 കുറവ് കണ്ടുവരുന്നുണ്ട്. അമിതമായിട്ടുള്ള ക്ഷീണം, നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുക, വയറ് കാലിയായിട്ടുള്ള ഒരു ഫീലിംഗ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എനർജി ഭയങ്കര ലോ ആവുന്ന പോലെ ഒരു ഉന്മേഷക്കുറവ്. ഇത് രാവിലെ സമയങ്ങളിൽ തന്നെ, വൈകിട്ടുള്ള സമയങ്ങളിൽ മാത്രമല്ല രാവിലെ സമയങ്ങളിലും എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയിരിക്കുക, ക്ഷീണം അനുഭവപ്പെടാം. ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ, നമ്മുടെ ഓക്സിജൻ പ്രോപ്പർ എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ഹീമോഗ്ലോബിൻ കുറവ് കൊണ്ട് മാത്രമല്ല, അതായത് രക്തക്കുറവ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ ആ ഒരു കുറവ് കൊണ്ട് മാത്രമല്ല, പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്തുന്നില്ല എന്നുണ്ടെങ്കിലും ഇതേപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട്, ഈ രക്തക്കുറവ് മാറ്റാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക, രാവിലെ തന്നെ ഒരു ഉറക്കം എണീറ്റതിന് ശേഷം ഉന്മേഷക്കുറവ്, ഇതൊക്കെ പലപ്പോഴും അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളായിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ HB ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ നോർമലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമായോ, ആ ടെസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ? അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ നീർക്കെട്ട്, അതേപോലെ തന്നെ അയൺ സ്റ്റോറേജ്, എത്രത്തോളം അയൺ നമ്മുടെ ശരീരത്തിൽ സ്റ്റോറായിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു ടെസ്റ്റാണ് സീറം ഫെറിറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് സീറം ഫെറിറ്റിൻ്റെ ലെവൽ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടും രക്തക്കുറവ് അനുഭവപ്പെടാം. അപ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് ഭക്ഷണത്തിൽ മാത്രം റെക്ടിഫൈ ചെയ്താൽ പോരാ, ചില സമയങ്ങളിൽ അത് അയൺ ഇൻഫ്യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങളും വരാറുണ്ട്. പരമാവധി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അയൺ ലെവൽ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതിൽ 2 തരമുണ്ട്. ഒന്ന് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന പ്രശ്നം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോഷകക്കുറവ്, അതിൻ്റെ പ്രശ്നം കാരണം വരുന്നതും, ജനിതകപരമായിട്ട് തന്നെ ചിലർക്ക് ഹീമോഗ്ലോബിൻ്റെ ലെവൽ വളരെയധികം കുറവായിരിക്കും. ഇത് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് ഈ ഒരു അനീമിക് കണ്ടീഷൻ കണ്ടുവരുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഈ ഒരു മാസമുറ, പീരിയഡ്സ് റെഗുലർ ആവുന്ന ടൈമിൽ ചിലർക്ക് ഓവർ ബ്ലീഡിങ് ആവുക, PCOD ഉള്ളവർക്ക് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട്, അതായത് സ്പോട്ടിങ് പോലെ 15 ദിവസം 20 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ തോതിൽ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആ ഒരു ഇംബാലൻസ് കാരണം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണം ചിലർക്ക് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, ഇതൊക്കെ തന്നെ ശരീരത്തിലെ രക്തക്കുറവ്, ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയാനായിട്ടുള്ള പ്രധാന കാരണമാണ്. അപ്പോൾ ഈ അമിതമായിട്ടുള്ള ക്ഷീണം, അതേപോലെ തന്നെ നമുക്കൊരു ഉന്മേഷക്കുറവ്, ഇത് സ്ത്രീകളിൽ വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഈ ഒരു രക്തക്കുറവ് നമ്മുടെ ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ കൂടുതൽ ഫ്ലോ വരുന്നതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള, അതായത് അയൺ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഈ PCODയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരിയാക്കണം. അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതും ശരിയാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ B12, നമ്മൾ സയനോകൊബാലമിൻ എന്ന് പറയും, അതിൻ്റെ ആ ഒരു അളവ് കുറയാണ് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതും രക്തക്കുറവ് നമ്മുടെ ശരീരത്തിൽ ഒരു ലക്ഷണമായിട്ട് അത് കാണിച്ചു തരാറുണ്ട്. ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മൾ ഹീം പ്രോട്ടീൻ, നോൺ ഹീം പ്രോട്ടീൻ എന്ന് പറയുന്നത്, അതായത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതിന് ഈ അയൺ ഭാഗം, ഹീം പ്രോട്ടീൻ കൂടുതലായിട്ടും ഉള്ളത് നമ്മുടെ നോൺ വെജ്, കൂടുതലായിട്ടും ഇറച്ചി വിഭവങ്ങളിലാണ്, അനിമൽ പ്രോഡക്ട്സുകളിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഹീം ഇതുള്ളത്. നോൺ ഹീം പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ചെറിയ തോതിലാണ് അത് ഇമ്പ്രൂവൈസ്ഡ് ആവുള്ളൂ. ഇപ്പം മുരിങ്ങ, അതേപോലെ തന്നെ ചീര, പാലുൽപ്പന്നങ്ങൾ, മുട്ട, നെയ്യ്, ബട്ടർ, ഇതിലൊക്കെ അത്യാവശ്യം ഉണ്ട്. എന്നാലും കുറച്ചധികം തോതിൽ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ആയിട്ടുള്ള, അതിലും തന്നെ റെഡ് മീറ്റ്, അതായത് ചുവന്ന ഇറച്ചിയായിട്ടുള്ള നമ്മുടെ ബീഫ്, അതേപോലെ തന്നെ മട്ടൺ, ഇതിലാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. അതിൽ തന്നെ
ഇപ്പോൾ മട്ടൺ അല്ലെങ്കിൽ ബീഫിൻ്റെ കരൾ, ലിവറിൽ കൂടുതലായിട്ടും രക്തത്തിൻ്റെ ആ ഒരു RBC സെൽസിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും അതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ലിവറിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ചിക്കൻ്റെ ലിവർ ബെറ്റർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ ഇപ്പോൾ നമ്മൾ നാടൻ കോഴിയിലുള്ള ലിവറാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ അധികവും നമ്മളിപ്പോൾ ഫാമിലൊക്കെ വളർത്തുന്നത് കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആ ഒരു ഇൻടേക്കും ഇഞ്ചെക്ഷൻസും ഒക്കെ വളരെ കൂടുതലായിട്ടാണ് എടുക്കുന്നത്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ഈ ലിവർ എന്ന് പറയുന്നത് എല്ലാ മൃഗങ്ങളുടെയും ലിവർ എന്ന് പറയുന്നത് ഡീടോക്സിഫയിങ് ഏജൻറ്റാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരളിൻ്റെ ഭാഗം കൂടുതലായിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം പെട്ടെന്ന് തന്നെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂട്ടാനായിട്ട് രക്തക്കുറവ് മാറാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ആടിൻ്റെ പ്ലീഹ, സ്പ്ലീൻ എന്ന് പറയും. ഈ സ്പ്ലീനാണ് നമ്മുടെ ശരീരത്തിലെ RBC സെൽസ്, അതായത് ചുവന്ന രക്താണുക്കൾ, അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. 120 ദിവസമാണ് അതിൻ്റെ ആ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിയും തോറും അത് നേരെ എത്തുന്നത് ഈ സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹ ഈ ഒരു ഭാഗത്തിലാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഈ RBC സെൽസിനൊക്കെ നശിപ്പിക്കപ്പെടുന്നത്. അതായത് വയസ്സായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള RBC ചുവന്ന അണുക്കളെ അവിടെ നിന്ന് നശിപ്പിച്ചിട്ട് ബിലിറൂബിനും ബിലിവേർഡിനും അങ്ങനത്തെ ആ ഒരു പിഗ്മെൻറ്റുകളൊക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്നത്, ആ ഒരു പ്രക്രിയ നടക്കുന്നത് ഈ ഒരു പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീനിലാണ്. അത് ആടിൻ്റെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കൗണ്ട് കൂട്ടാൻ സഹായകരമാവുന്ന ഒന്നാണ്. നമുക്ക് ആ ഉന്മേഷക്കുറവ് അതൊക്കെ മാറ്റാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഈ ഹീമോഗ്ലോബിൻ കൂട്ടാൻ അല്ലെങ്കിൽ രക്തക്കുറവ് മാറാനായിട്ട് ഏറ്റവും സഹായകരമാവുന്ന ചില ഫ്രൂട്ട്സ് നമ്മൾ ഈ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയും. അതായത് രക്തത്തിൻ്റെ അതേ കളറോടുകൂടെ സിമിലറായിട്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സ്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വളരെ നല്ലതാണ്, ബീട്രൂട്ട് നല്ലതാണ്, മാതള നാരങ്ങ അതായത് പൊമിഗ്രനേറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇഫക്റ്റീവാണ്. ഒരേപോലെ ഇരിക്കുന്നത് ഇപ്പോൾ ചുവന്നതായിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ രക്തത്തിൻ്റെ ആ ഒരു ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാനും രക്തക്കുറവ് മാറാനും ക്ഷീണം മാറാനൊക്കെ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നവർ, അതിപ്പോൾ ജെൻസിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും അമിതമായിട്ടുള്ള ക്ഷീണം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും സ്ഥിരമായിട്ട് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. കാരണം സ്ഥിരമായിട്ട് ആൻറ്റാസിഡ് ഗുളികകൾ എടുക്കുന്നവർക്ക് ശരീരത്തിൻ്റെ ഈ ഒരു ആമാശയത്തിൽ ആസിഡ് ലെവൽ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു അയൺ ഉണ്ടല്ലോ, ഫെർറ്റിനായിട്ട് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ആ ആസിഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആമാശയത്തിൽ ശരിക്കും ആ ഒരു ആസിഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കൺവേർഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലെവൽ കുറയുമ്പോൾ, അതായത് സ്ഥിരമായ ആൻറ്റാസിഡ്സ് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആമാശയത്തിലെ HCl ലെവൽ കുറവായിരിക്കും. ഇത് തീർച്ചയായിട്ടും പിന്നീട് രക്തക്കുറവ് ഉണ്ടാക്കാനും അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടാനും ഒരു കാരണമായേക്കും. അതേപോലെ തന്നെ ഗട്ട് ബാക്ടീരിയയുടെ ഇംബാലൻസ്, നമ്മുടെ വൻകുടലിലുള്ള ചീത്ത ബാക്ടീരിയ നല്ല ബാക്ടീരിയകളുടെ ആ ഒരു വളർച്ചയുടെ ആ ഒരു സന്തുലിതാവസ്ഥ, അതും ഈ അമിതമായിട്ട് ആൻറ്റാസിഡ് ഗുളികകൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ആസിഡ് ഇതിൻ്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട്, അൾസറിൻ്റെ പ്രശ്നമുണ്ട്, എപ്പോഴും പുളിച്ചു തേട്ടലുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് തന്നെ എടുക്കുന്നവരുണ്ട്. രാവിലെ വെറും വയറ്റിൽ അതില്ലെങ്കിൽ അന്നത്തെ ദിവസം മുന്നോട്ട് പോവില്ല എന്ന് ആൻറ്റാസിഡ് ഗുളികകളോട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഇതാണ്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ ചൊറിയണം അതിൻ്റെ ഇലകൾ 4-5 ഇലകൾ നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുത്തതിന് ശേഷം ദിവസവും രാവിലെയും രാത്രിയും അങ്ങനെ 2 ഗ്ലാസ് നേരം സ്ഥിരമായിട്ട് ഒരു 10-15 ദിവസം കുടിച്ചു നോക്കുക. അതായത് നിങ്ങളുടെ ശരീരത്തിലെ രക്തക്കുറവിൻ്റെ കാരണം ഞാൻ മുകളിൽ പറഞ്ഞ റീസൺസ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിൽ തന്നെ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് പറ്റും. രക്തക്കുറവ് മാറാൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ബീട്രൂട്ട്, നോൺ വെജ് അതായത് ഇറച്ചി, രക്തം കൂട്ടാനായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, പൊമിഗ്രനേറ്റ്, മാതള നാരങ്ങയൊക്കെ അധികം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും അസുഖത്തിനായിട്ട് മരുന്ന് എടുക്കുന്നവർ, അതേപോലെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് എടുക്കുന്നവർ, സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് വൈറ്റമിൻ B12 കുറവ് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്, അതായത് വൈറ്റമിൻ B12 എല്ലാ സമയത്തും നമുക്ക് ഭക്ഷണത്തിൽ തന്നെ നോൺ വെജ് അല്ലെങ്കിൽ ഇറച്ചി ആഹാരം കഴിക്കുന്നതുകൊണ്ട് കിട്ടണമെന്നില്ല. ചില സമയങ്ങളിൽ ഇൻട്രിൻസിക് ഫാക്ടർ എന്നൊരു പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ചെറുകുടലിൽ
അതുണ്ടെങ്കിൽ മാത്രമാണ് ഈ വൈറ്റമിൻ B12 വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇറച്ചി മീനും എടുത്താലും അതിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അപ്പോൾ അത് പരമാവധി സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇഞ്ചക്ഷനായിട്ടും സപ്ലിമെൻ്റ് ആയിട്ടും ഉള്ളത് അവൈലബിൾ ആണ്. അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് രക്തക്കുറവ് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ HB മാത്രമല്ല ചെക്ക് ചെയ്യേണ്ടത്, സീറം ഫെറിറ്റിൻ ലെവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.